നമസ്കാരം. കുംഭമാസത്തിലെ മഹാശിവരാത്രി വരികയാണ്. ശിവഭക്തർ കാത്തിരിക്കുന്ന ദിനമാണ്. ഈ വർഷം കുംഭമാസം 16-ാം തീയതി, അതായത് 2025 ഫെബ്രുവരി 26 ബുധനാഴ്ചയാണ് മഹാശിവരാത്രി വരുന്നത്. കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ 13-ാമത്തെ രാത്രിയും 14-ാമത്തെ പകലുമാണ് ശിവരാത്രിയായി ആഘോഷിക്കുന്നത്. മാഘമാസത്തിലെ കറുത്തപക്ഷ ചതുർദശി രാത്രി 2025 ഫെബ്രുവരി 26 ബുധനാഴ്ച രാവിലെ 11:08 ചതുർദശി തിഥി ആരംഭിക്കുന്നു. പിറ്റേന്ന് ഫെബ്രുവരി 27 വ്യാഴാഴ്ച രാവിലെ 8:54 ചതുർദശി തിഥി അവസാനിക്കുന്നു. ശിവരാത്രി വ്രതമെടുക്കുന്നവർ ശിവരാത്രിയുടെ തലേ ദിവസം മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിക്കണം. തലേന്ന് രാത്രി അരിയാഹാരം പാടില്ല. പാലോ പഴവർഗ്ഗങ്ങളോ മറ്റു ലഘുഭക്ഷണങ്ങളോ കഴിക്കാവുന്നതാണ്. ആർത്തവ പുല വാലായ്മ സമയങ്ങളിൽ വ്രതമെടുക്കാൻ പാടില്ല. സ്ത്രീകൾക്ക് ആർത്തവം തുടങ്ങി 7 ദിവസം കഴിഞ്ഞാൽ വ്രതമെടുക്കാവുന്നതാണ്. മരണം നടന്നാൽ 16 ദിവസം പുലയുണ്ട്. 16 കഴിഞ്ഞാൽ വ്രതമെടുക്കാം. പ്രസവം കഴിഞ്ഞ് 10 ദിവസമാണ് വാലായ്മ. 10 ദിവസം കഴിഞ്ഞ് വ്രതമെടുക്കാവുന്നതാണ്. ശിവരാത്രി വ്രതമെടുക്കുന്നവർ ശിവരാത്രി ദിവസം രാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് കുളിച്ച് വീട്ടിൽ വിളക്ക് കൊളുത്തി ശിവഭഗവാനെ പ്രാർത്ഥിച്ച് രുദ്രാക്ഷം ധരിച്ച് ഭസ്മധാരണം നടത്താവുന്നതാണ്. ഓം നമഃശിവായ എന്ന മന്ത്രം അന്നേ ദിവസം കഴിയുന്നത്ര തവണ ജപിക്കുക. ക്ഷേത്ര ദർശനം നടത്തി പൂജകളിലൊക്കെ പങ്കെടുക്കുക. അന്നേ ദിവസം പൂർണ്ണ ഉപവാസം എടുക്കുന്നവരുണ്ട്. ഫലവർഗ്ഗങ്ങൾ മാത്രം കഴിച്ചുകൊണ്ട് വ്രതം എടുക്കുന്നവരുണ്ട്. ഒരിക്കലൂണ്, അതായത് ഉച്ചയ്ക്ക് ഒരു നേരം ലളിതമായി കുറച്ച് പച്ചരിച്ചോറ് ഉണ്ടാക്കി കഴിച്ച് മറ്റു നേരങ്ങളിൽ പഴവർഗ്ഗങ്ങളൊക്കെ കഴിച്ച് വ്രതമെടുക്കുന്നവരുമുണ്ട്. അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന പച്ചരിച്ചോറ് ഉച്ചയ്ക്ക് ഒരു നേരം കഴിക്കാവുന്നതാണ്. ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് ഏതെങ്കിലും ഒരു രീതി സ്വീകരിക്കാവുന്നതാണ്. ശിവരാത്രി ദിനം രാത്രി വ്രതമെടുക്കുന്നവർ ഉറക്കമൊഴിച്ചിരുന്ന് ശിവഭജനം നടത്തുക. ക്ഷേത്രത്തിൽ പോകുന്നവർക്ക് അവിടുത്തെ പൂജകൾ, പ്രധാനമായും യാമപൂജകൾ കണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഉറക്കമൊഴിക്കാം. ശിവക്ഷേത്രങ്ങളിൽ ശിവരാത്രി ദിനം യാമപൂജകളുണ്ട്. വീട്ടിലിരുന്ന് വ്രതമെടുക്കുന്നവർ ശിവഭഗവാനെ സങ്കല്പിച്ച് ശിവഭജനം നടത്തുക. ശിവാഷ്ടോത്തരം, ശിവസഹസ്രനാമം, ശിവപുരാണം, ലിംഗാഷ്ടകം, വില്വാഷ്ടകം, ശിവപഞ്ചാക്ഷര സ്തോത്രം മുതലായവ പാരായണം ചെയ്യുക. ഇതിനൊന്നും സാധിക്കാത്തവർ ഓം നമഃശിവായ എന്ന മന്ത്രം മാത്രം ജപിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വ്രതം എടുക്കുക. പിറ്റേ ദിവസം, അതായത് ഫെബ്രുവരി 27 രാവിലെ 8:54 കഴിഞ്ഞ് തുളസി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. ക്ഷേത്രത്തിൽ പോകുന്നവർക്ക് ക്ഷേത്രത്തിൽ നിന്നും തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം. അതിന് സാധിക്കാത്തവർ വീട്ടിൽ വിളക്ക് വെച്ച് തുളസി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കുക. ഒരു ഗ്ലാസ്സിൽ കുറച്ച് ശുദ്ധജലം എടുത്ത് അതിൽ കുറച്ച് തുളസിയിലയിട്ട് ഭഗവാന്റെ മുൻപിൽ അല്ലെങ്കിൽ വിളക്കിൻ്റെ മുൻപിൽ വെച്ച് പ്രാർത്ഥിച്ച ശേഷം ആ ജലം കുടിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. വ്രതം മുറിച്ച് കഴിഞ്ഞ് സാധാരണയായി അന്നേ ദിവസം പകൽ ഉറങ്ങാറില്ല. വൈകുന്നേരം വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച ശേഷം ഉറങ്ങാവുന്നതാണ്. ശിവരാത്രിയുടെ അന്നും പിറ്റേന്നും കൂവളത്തില പറിക്കാൻ പാടില്ല. ഭഗവാന് ഏറ്റവും ഇഷ്ടം കൂവളത്തില കൊണ്ടുള്ള അർച്ചനയാണ്. ശിവരാത്രി ദിനത്തിൽ കൂവളത്തില കൊണ്ടുള്ള അർച്ചന ക്ഷേത്രത്തിൽ നടത്തുന്നത് വളരെയധികം നല്ലതാണ്. മറ്റ് പ്രധാനപ്പെട്ട വഴിപാടുകൾ പിൻവിളക്കും ജലധാരയുമാണ്. ആയുർദോഷമുള്ളവർ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുക. ദാമ്പത്യ പ്രശ്നങ്ങളുള്ളവർക്ക് ഉമാമഹേശ്വര അർച്ചന, ഐകമത്യ സൂക്താർച്ചന എന്നിവ നടത്താവുന്നതാണ്. വിവാഹ തടസ്സം മാറുന്നതിനായി ശിവക്ഷേത്രത്തിൽ സ്വയംവര പുഷ്പാഞ്ജലി നടത്താവുന്നതാണ്. ശിവരാത്രിയുടെ ഐതിഹ്യവും ശിവരാത്രി ദിനം ശിവക്ഷേത്രത്തിൽ ഓരോ വഴിപാടുകൾ നടത്തുന്നതിൻ്റെ ഫലസിദ്ധിയും മറ്റു കൂടുതൽ വിവരങ്ങളും 2024 ശിവരാത്രിക്ക് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഉണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നു. താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു.